ഇപ്പോൾ സ്കൂൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ മുഖ്യമന്ത്രി ഇപ്പോൾ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ആകാംക്ഷയുമെല്ലാം ഉണ്ടാകാം. അതൊക്കെ മാറ്റിയെടുക്കാനും കൗതുകത്തിൻ്റെയും ജിജ്ഞാസയുടെയും അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാനും എല്ലാ സ്കൂളിലും കൂട്ടായ ശ്രമം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ പുതിയ അധ്യയന വർഷത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. നമ്മുടെ ലൈവിൻ്റെ ഫോക്കസ് കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയായിരുന്നു. എന്നാൽ ഇന്ന് കുഞ്ഞുങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് നല്ല കാലാവസ്ഥയുമാണ് പ്രകൃതി നൽകിയിട്ടുള്ളത്. പതിവ് പോലെ ഉത്സവഛായയിലാണ് വിദ്യാലയ വർഷത്തിന് നാം ഇക്കുറിയും ആരംഭം കുറിക്കുന്നത്. പ്രവേശനോത്സവം, ആ പേര് അക്ഷരാർത്ഥത്തിൽ ഉത്സവഛായയായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാം കാണുന്നത്. ഇവിടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി, നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ കുഞ്ഞുങ്ങളുടെയും കൈകളിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ കഴിഞ്ഞ അധ്യയന വർഷം അവസാനിക്കുമ്പോൾ തന്നെ എത്തിച്ചേർന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം യൂണിഫോമുണ്ട്. കുട്ടികൾ എത്തിച്ചേരുന്ന ക്ലാസ് മുറികൾ കൂടുതൽ നല്ല മികവിലേക്ക് ഉയർന്നിട്ടുമുണ്ട്. അതോടൊപ്പം കുട്ടികൾക്കും അധ്യാപകർക്കും ഉത്സവസമാനമായ സന്തോഷം ഇതെല്ലാം പ്രദാനം ചെയ്യുകയാണ്. എന്നാൽ അതിനപ്പുറം ചെറുതുകൂടിയാണ് സ്കൂളുകളിൽ നിന്ന് ഉണ്ടാകേണ്ടത് എന്നാണ് നാം കാണുന്നത്. അതിൻ്റെ ഭാഗമായി പരസ്പരം സ്നേഹവും കരുതലും ഉണ്ടാവുക, നല്ല രീതിയിൽ അത് വളർത്തിയെടുക്കുക. വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ഉന്നം തന്നെ അറിവ് നേടലാണ്. ലോകത്തിൻ്റെ പുരോഗതിക്കെല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത് അറിവാണ്. പുതിയ കാര്യം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷം അളവറ്റതാണ്. അറിവാർജിച്ച് ആത്മവിശ്വാസത്തോടെ വളരുന്നതിൻ്റെ ആനന്ദമാണ് ഈ ആധുനിക കാലത്ത് വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ടത്. അതിലേക്കാണ് നമ്മുടെ കുരുന്നുകൾ ചുവടുവെക്കുന്നത്. എന്നാൽ അതോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ വിദ്യാലയ ജീവിതം അറിവ് ലഭിക്കുന്നതിലേക്ക് മാത്രമായി ചുരുങ്ങാമോ
അത് പോരാ എന്നതാണ് വസ്തുത. അവിടെ നാം ആലോചിക്കേണ്ട കാര്യം എന്താണ് അറിവ്? ആ ചോദ്യം ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണ്. വിദ്യാർത്ഥി ഗണിത പാഠങ്ങൾ പഠിക്കുന്നു, പൊതുവിജ്ഞാനം പഠിക്കുന്നു, നല്ല രീതിയിൽ ശാസ്ത്രജ്ഞാനം ആർജിക്കുന്നു, നല്ലതുപോലെ ഭാഷാ പ്രാവീണ്യം ആർജിക്കുന്നു. നേരത്തെ നാം ഒരു കലാരൂപം ഇതിൻ്റെ തുടക്കത്തിൽ അവതരിപ്പിച്ചല്ലോ. അതിൻ്റെ ഉള്ളടക്കം എഴുതിയത്, കവിതാരൂപത്തിൽ എഴുതിയത് ഒരു വിദ്യാർത്ഥിനിയാണ് എന്ന് ആ ഘട്ടത്തിൽ തന്നെ പറയുകയുണ്ടായി. ഭാഷാ പ്രാവീണ്യത്തിലൂടെയാണ് അത്തരത്തിലുള്ള കഴിവിലേക്ക് ഉയരുന്നത്. പക്ഷേ ഇതൊക്കെ മാത്രമാണോ അറിവ്? അവിടെയാണ് പാഠപുസ്തകങ്ങളുടെ വിവരണങ്ങൾ കുട്ടിയുടെ ചിന്താമണ്ഡലത്തിൽ വിവേകത്തിൻ്റെയും വിമർശനാത്മക ചിന്തയുടെയും സ്ഫുരണങ്ങൾ സൃഷ്ടിക്കുന്ന നില ഉണ്ടാവണം. ഇവിടെ ജീവിതം കെട്ടിപ്പടുക്കുക എന്നതാവണം പഠനത്തിൻ്റെ ലക്ഷ്യം. അതിന് അറിവ് മാത്രം മതിയാവില്ല. വിവേകം വളരെ പ്രധാനമാണ്. അതോടൊപ്പം വിവേചന ബുദ്ധി നല്ലതുപോലെ സൃഷ്ടിക്കാനാവണം. സഹജീവി സ്നേഹം എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഏതിനെയും സമീപിക്കേണ്ടത് വിമർശനാത്മക ബുദ്ധിയോടെയായിരിക്കണം. ഇതെല്ലാം ഓരോരുത്തരിലും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭ്യമാകേണ്ടതുണ്ട്. അത്തരത്തിൽ കുട്ടികൾ മാറണമെങ്കിൽ കുട്ടികളുടെ ചിന്താശേഷിയെ ആ തരത്തിൽ വളർത്താനാകണം. അതിനാണ് സർക്കാർ പൊതുവിദ്യാഭ്യാസ രംഗത്തൂടെ ശ്രദ്ധിക്കുന്നത്. ഇവിടെ കുട്ടി വളരേണ്ടതാണ്. ആ വളരുമ്പോൾ മാനവികതയുടെ പ്രകാശം നല്ലതുപോലെ ലഭിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ പരസ്പര സ്നേഹം, അങ്ങനെ സ്നേഹത്തിൻ്റെതായ അന്തരീക്ഷം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. ഇതോടൊപ്പം നമ്മുടെ രാജ്യത്തെ സാഹചര്യത്തിലും നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത വെച്ചും മതനിരപേക്ഷ ചിന്ത നല്ലതുപോലെ ശക്തിപ്പെടുത്താനാവണം. ജനാധിപത്യ ബോധം നല്ല നിലയിൽ കുട്ടിയിൽ വളർത്തിയെടുക്കാൻ കഴിയണം. അപ്പോൾ വിദ്യാഭ്യാസം അതിനെല്ലാം കൂടി വേണ്ടിയുള്ളതാണ്. ഈ ഒരു ധാരണ എല്ലാവരിലും ഉണ്ടാകണം. മറ്റൊരു പ്രധാന കാര്യം, അറിവ് പ്രധാനമാണ്. പക്ഷേ അറിവ് മാത്രമുണ്ടായാൽ പോരാ, തിരിച്ചറിവ് ഏറ്റവും പ്രധാനമാണ്. ഇവിടെ അറിവുണ്ടാവുകയും തിരിച്ചറിവ് ഉണ്ടാകാതിരിക്കുകയും ചെയ്താൽ അത് അങ്ങേയറ്റം ദോഷകരമായ ഒന്നായി മാറും. ഇവിടെ അറിവ് സാഫല്യത്തിൽ എത്തണമെങ്കിൽ നല്ല നിലയിലുള്ള
ഔചിത്യബോധമുണ്ടാവണം. വിവേകം നല്ലതുപോലെ വളർത്തിയെടുക്കാനാവണം. വകതിരിവ് നല്ല തോതിൽ സൃഷ്ടിക്കാനാവണം. അതോടൊപ്പം തന്നെ ഏതിനെയും സമീപിക്കുന്നത് കാര്യകാരണ ബന്ധ പരിശോധന അതിൻ്റെ അടിസ്ഥാനത്തിലാവണം. അങ്ങനെയൊക്കെയാണ് അറിവിൻ്റെ സാമൂഹ്യ വിനിയോഗം, അതിനുള്ള ശേഷി ആർജിക്കുക. അറിവ് അവരവരുടെ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. നമ്മുടെ സമൂഹത്തിന് ഉപകരിക്കത്തക്ക രീതിയിൽ അത് വിനിയോഗിക്കാനുള്ള ഒരു മനസ്സ് സൃഷ്ടിക്കാനാവണം. അതിനെല്ലാം ഉതകുന്ന തരത്തിൽ അറിവെത്തിയാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാഫല്യത്തിൽ അറിവെത്തുകയുള്ളൂ. ഇതിൻ്റെയെല്ലാം അഭാവം ഉണ്ടായാൽ അറിവുണ്ടെങ്കിലും അറിവില്ലായ്മയുടെ ഫലം ചെയ്യും എന്നത് ഗൗരവമായി കാണണം.